UDF 10 വർഷമായി കേരളത്തിൽ ഈ അധികാരത്തിലിരിക്കുന്ന സംവിധാനമല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ നഗരസഭയിലും UDF അല്ല അധികാരത്തിലിരിക്കുന്നത്. ഈ രണ്ട് കേന്ദ്രങ്ങളുമാണ് ഈ നടപടികളിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ആ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ആ പരിഹാരം ചെയ്യേണ്ട സമരങ്ങൾ ആ സമയത്ത് തന്നെ അതിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ UDF ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു UDF പ്രവർത്തകനായ. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് സ്കിൽഡ് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ അക്കാദമി പോലെയുള്ള നമ്മുടെ വിദഗ്ധ തൊഴിലാളികളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ ആറ്റിങ്ങലിലും ഉണ്ടാകണം. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ പ്രവർത്തനം ഉണ്ടാകും. കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അടക്കം ഫാഷൻ ഡിസൈനിങ് രംഗത്തുള്ളവർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആറ്റിങ്ങലിൽ അത്തരത്തിലൊരു സ്ഥാപനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് സാർ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ പിന്നോക്കം നിൽക്കുന്ന ചില മേഖലകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികളുള്ള ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ ആറ്റിങ്ങലാണ്. അപ്പോൾ അത്തരത്തിൽ അവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആറ്റിങ്ങൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ പ്രവർത്തനം തീർച്ചയായും UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലുണ്ടാകും. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടികജാതി കോളനികൾ സന്ദർശിക്കുകയുണ്ടായി. ആറ്റിങ്ങലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികളുള്ളത്. പട്ടികജാതി ആളുകൾ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശം. അപ്പൊ ഈ പട്ടികജാതി ആളുകൾ അധിവസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അതിന്റെ നവീകരണത്തിനോ അവരുടെ വീടുകൾ നവീകരിക്കുന്നതിനോ അതിനെ കുറെ കൂടി ഭംഗിയാക്കി വാസയോഗ്യമാക്കി അവരെ വളരെ സമൂഹത്തിന്റെ ഉന്നത നിലവിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഏറ്റവും ശോചനീയമായ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ആറ്റിങ്ങലിലെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഗതാഗത നിയന്ത്രണം അത് പല ഘട്ടങ്ങളിലായി പൊളിച്ചെഴുതി പൊതുജനത്തിനും അതുപോലെ തന്നെ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ സംവിധാനങ്ങൾ മാറി. ആ വൺ വേ സംവിധാനങ്ങളെ ആകെ താറുമാറാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മാമം ഗ്രൗണ്ട് രാജഭരണകാലത്ത് ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് നൽകിയതാണ് നമ്മുടെ ഈ മാമം ഗ്രൗണ്ട്. ഈ മാമം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ഈ കേസിൽ ആറ്റിങ്ങൽ നഗരസഭ അവരുടെ പക്കലുള്ള രേഖകൾ യഥാസമയം കോടതിയിൽ സമർപ്പിക്കാത്തത് മൂലം ഈ മാമം ഗ്രൗണ്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകളിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ മാമം ഗ്രൗണ്ടിന്റെ ഒരു ഭാഗമാണ് ശ്രീ ബഹുമാന്യനായ വക്കം പുരുഷോത്തമൻ നാളികേര കോംപ്ലക്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ഈ നാളികേര കോംപ്ലക്സ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. വർഷങ്ങളായിട്ട് നാളികേര കോംപ്ലക്സ് ശാസ്ത്രീയമായി പഠിക്കാൻ അപ്പൊ അത് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ വളരെ നല്ല രീതിയിൽ കുറിച്ച് അല്ലെങ്കിൽ ആ ഗതാഗത സംവിധാനത്തെ കുറിച്ച് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്ന വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോവുക, മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ അത് ഈ പറയുന്ന അതൊക്കെ നമ്മുടെ ആഭ്യന്തര സംവിധാനത്തെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്നതാണ്. അതൊരു പൊതുപ്രവർത്തകനോ ജനപ്രതിനിധിയോ വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നതല്ല. അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെ ശക്തിയായി പ്രവർത്തിക്കണം. അത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന നാടിനാപത്താണ്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നാട്ടില് നിയമവാഴ്ച നിലനിൽക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അത്തരത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടാകും. ഈ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച മുടങ്ങിക്കിടക്കുന്ന പണികൾ പുനരാരംഭിക്കുകയും അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വയൽ നികത്തുന്നതിനോ ഇതുപോലത്തെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന, സാധാരണ ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിക്കും UDF കൂട്ടുനിൽക്കുന്നതല്ല. അതിനെതിരെ ശക്തമായ സമരങ്ങൾ നയിക്കും. അതിനെതിരെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ ബാംഗ്ലൂരും അതുപോലുള്ള സ്ഥലങ്ങളിലും പോയി നഴ്സിംഗ് പഠനവും മെഡിസിൻ പഠനവും ഒക്കെ പൂർത്തിയാക്കുമ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അത്തരത്തിലൊരു സംവിധാനത്തെക്കുറിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഇവിടെ അത്തരത്തിലുള്ള നടപടികൾ പോലും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, UDF അധികാരത്തിൽ വന്നാൽ ഈ നാളികേര കോംപ്ലക്സിനെ ഒരു കാർഷിക വിപണന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയും, അതുപോലെ കാരേറ്റ്, അതും ഈ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഗതാഗത കുരുക്ക് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അവിടെ ബൈപ്പാസിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീരുമാനങ്ങൾ എടുക്കും, നടപ്പിലാക്കും. അതുപോലെ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കിളിമാനൂർ കേന്ദ്രമാക്കി ഒരു കോളേജ് നിലവിൽ വരുത്തണമെന്ന അതിയായ ആഗ്രഹമാണ് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ ചെയ്യാൻ കഴിയുന്ന പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന്, വലിയകുന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. വലിയകുന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ഉള്ളിൽ ഒരിക്കൽ പോലും പുതിയ കെട്ടിടങ്ങൾ വരികയോ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് അനൗൺസ് ചെയ്ത ട്രോമ കെയർ. നമുക്കറിയാം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ നമ്മുടെ NH-ലോ MC-ലോ അപകടമുണ്ടായാൽ നമുക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിൽ ഒരു ട്രോമ കെയർ സംവിധാനം കൊണ്ടുവരും എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനം ഇന്നും കടലാസിലാണ്. അതിന് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പിന്നോക്കാവസ്ഥയെ നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ നാടിൻ്റെ ദിശാബോധത്തോടു കൂടി ഈ നാടിനെ എങ്ങനെ നോക്കിക്കാണണമെന്നും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പദ്ധതികളും സ്വരൂപിച്ചുകൊണ്ടും അത് ബഹുജനങ്ങളുമായി സംവദിച്ചുകൊണ്ടും തയ്യാറാക്കുമെന്നും അത് ജനസമക്ഷം വെക്കുമെന്നുമാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.